ചിലപ്പോൾ ഇതുപോലൊരു ആരോപണം വരുമ്പോൾ സ്ഥലം മാറ്റിയിരുന്നു. അത് ശിക്ഷയുടെ ഭാഗമല്ല. ശിക്ഷയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ അവർക്കെതിരായിട്ട് ഒരു മിസ്കോണ്ടക്റ്റിന് ഡിപ്പാർട്ട്മെന്റിൽ ആക്ഷൻ എടുക്കും. ജനമൈത്രി പോലീസൊക്കെ തട്ടിപ്പാണെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ പോലീസ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ കോൺഗ്രസ്സുകാരാണ്, അവർ ഗാന്ധിജിയുടെ ആൾക്കാരാണ്, വലിയ അടിയിടിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ആ ഒരു ധൈര്യത്തിലാണ് ഒരു ഗുണ്ടയെ അടിക്കട്ടെ, ഈ 4-5 പേര്, ഈ 5 പേര് ഒരു ഗുണ്ടയെ അടിച്ച് കാണിക്കട്ടെ. ഇങ്ങനൊരു സംഭവം ഉണ്ടായ മേലുദ്യോഗസ്ഥന്മാർ അത് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുന്നില്ല. അവരും രാഷ്ട്രീയ ചിന്തയിലും ഇവരുടെ സ്വാധീനത്തിലും ഒക്കെ വഴിപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. അവരവിടെ കൂടെ വന്ന് വിസിറ്റ് ചെയ്യണം. ആ പോലീസ് സ്റ്റേഷനിലെ പല സന്ദർഭത്തിലും 1-2 ദിവസം കൂടുമ്പോൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. അവരാരും വിസിറ്റ് ചെയ്യാറില്ല. അവരവിടെ മഹാന്മാരായിട്ട് ഒരു കസേര നെളിഞ്ഞങ്ങ് ഇരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഫീൽഡിൽ ഇറങ്ങണം എല്ലാവരും. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ക്രൈം റെക്കോർഡ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ സേതു കേസി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസുകാർ സുജിത്തിനെ സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചുവെന്ന് റിപ്പോർട്ടിൽ കണ്ടെത്തൽ. സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് വഴിയിൽ നിർത്തി മർദ്ദിച്ചു എന്ന ആരോപണവും റിപ്പോർട്ട് ശരിവെക്കുന്നു. GD ചാർജ് ഉണ്ടായിരുന്ന ശശിധരൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കെത്തി മർദ്ദിച്ചുവെന്ന് സുജിത്ത് ആരോപിച്ചിരുന്നു. പോലീസ് ജീപ്പ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയം ശശിധരൻ നടന്നു വരുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതിനാൽ മർദ്ദനം നടന്നു എന്നതായി കരുതാം എന്നതാണ് നിഗമനമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പോലീസ് സ്റ്റേഷനുള്ളിലും സുജിത്ത് ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിലെത്തിച്ച് SIയുടെ നേതൃത്വത്തിൽ മർദ്ദനം നടന്നിട്ടുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചൂരലുമായി SIയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് പോയി എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അടിമുടി പോലീസ് വീഴ്ച എണ്ണിപ്പറയുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ സഹിതം അടങ്ങുന്നതാണ് ഈ റിപ്പോർട്ട്. പക്ഷേ ഈ പോലീസുകാർക്ക് കിട്ടിയ ശിക്ഷയോ സ്ഥലം മാറ്റം മാത്രം? അത് മതിയോ? റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറാണ് ഒപ്പമുള്ളത്. സാർ, യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് VSനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. സാർ, ഇന്നലെ തന്നെ ഇവരെ DGP ഇടപെട്ട് സസ്പെൻഡ് ചെയ്യണമെന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇവരെ നേരത്തെ തന്നെ ശിക്ഷാ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റിയതാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. സ്ഥലം മാറ്റി എന്നതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ വിവാദത്തെ തണുപ്പിക്കാനാകുമോ? സ്ഥലം മാറ്റുന്ന ഒന്നും ഒരു ശിക്ഷയല്ലല്ലോ. അതിപ്പം ഇങ്ങനെ ആരോപണം ഇല്ലെങ്കിലും 3 വർഷം കഴിയുമ്പോൾ സ്ഥലം മാറ്റണമെന്നാണല്ലോ നിയമം സർക്കാരിൻ്റെ. അപ്പം സ്ഥലം മാറ്റുന്ന ഒരു നിയമമല്ല, അത് ഒരു പണിഷ്മെൻറ്റും അല്ല. അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ചിലപ്പോൾ ഇതുപോലൊരു ആരോപണം വരുമ്പോൾ സ്ഥലം മാറ്റിയിരുന്നു. അത് ശിക്ഷയുടെ ഭാഗമല്ല. ശിക്ഷയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ അവർക്കെതിരായിട്ട് ഒരു മിസ്കോണ്ടക്റ്റിന് ഡിപ്പാർട്ട്മെന്റിൽ ആക്ഷൻ എടുക്കും. അവർക്കെതിരെ 1-2 ഇൻക്രിമെന്റ് കളയും. അതൊരു മിസ്കോണ്ടക്റ്റ് ആണ്. സർക്കാർ ജീവനക്കാരൻ അദ്ദേഹം നിയമം വിട്ട് വ്യതിചലിക്കുമ്പോൾ അന്നേരം ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും. അത് ഡിസിപ്ലിനറി ആക്ഷനാണ്. അത് ശിക്ഷയുടെ ഒരു ഭാഗമല്ല, അവരുടെ മിസ്കോണ്ടക്റ്റിനാണ്. അതേസമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ആ DIGയും അതുപോലെ അവിടുത്തെ SHO അല്ലെങ്കിൽ DYSP, SP, ഈ പോലീസ് സ്റ്റേഷന്റെ മേലധികാരികൾ അവർ കൃത്യമായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഭീകരമായ മർദ്ദനത്തിന് അയാളുടെ മൊഴി വാങ്ങിച്ച് കേസെടുക്കണം. അത് 2023 ഉണ്ടായ സംഭവത്തിന് ഇതുവരെ കേസെടുത്തില്ല. അപ്പൊ അത് മേലുദ്യോഗസ്ഥന്റെ ഭാഗത്തുള്ള ലാപ്സസ് ആണ്. അതൊരു ശിക്ഷയായിട്ട് എഴുന്നള്ളിക്കുന്നത് അത് വിവരക്കേടെന്നല്ലാതെ മറ്റെന്താ പറയുന്നത്? നിയമപരമായിട്ട് അതൊരു ശിക്ഷയല്ല. മിസ്കോണ്ടക്റ്റ് അവർ നടത്തിയതിന് ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറി നടത്തി 2 ഇൻക്രിമെന്റ് 6 വർഷത്തെ വേതനം തടഞ്ഞെന്ന് പറഞ്ഞാൽ അത് മിസ്കോണ്ടക്റ്റിനാണ്. പക്ഷെ ക്രിമിനൽ കുറ്റമല്ലേ അവർ ചെയ്തിരിക്കുന്നത്. ഒരാളെ കൊണ്ടുവന്ന് റോങ്ഫുൾ കൺഫൈൻമെന്റ് അവിടെ കൊണ്ടുവന്ന ശേഷം അയാളെ ഭീകരമായിട്ട് കൈകൊണ്ടിരിക്കുക, കാലുകൊണ്ടിരിക്കുക, ചവിട്ടുക, പിടിക്കുക, അതൊക്കെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കുറ്റകരമാണ്. അത് തന്നെയല്ല, അയാളുടെ ചെവി അടിച്ചു പൊട്ടിച്ചു 325 IPC. അതേസമയത്ത് BNS പ്രകാരം ഗ്രീവിയസ് ഹർട്ടായി ഒരാളുടെ ചെവിയോ കണ്ണിന് കുഴപ്പമുണ്ടാകുകയോ വല്ല ഒരെണ്ണം അടിക്കുമ്പോൾ താഴെ പോവുകയോ അങ്ങനെ കാല് കൈയോ ഒടിയുകയോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ചർ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ അത് ഗ്രീവിയസ് ഹർട്ടിന്റെ അത് കഠിനമായ കുറ്റത്തിന്റെ പരിധി വരുന്നതാണ്. ഇയാളുടെ ചെവി അടിച്ചു പൊട്ടിച്ചപ്പോൾ അയാൾക്ക് 10% ഇപ്പം ചെവി കേൾക്കാൻ മേല. അത് പെർമനന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് 326, കാരണം ആയുധമില്ലാതെ കൈകൊണ്ടായതുകൊണ്ട് 325 IPC. അപ്പൊ അതനുസരിച്ച് 10 വർഷം വരെ തടവുള്ള ശിക്ഷയാണത്. അതെന്തുകൊണ്ടാണ് DIGയും ആ SP ആ DYSP അത് ചെയ്തില്ല എന്നുള്ളതാണ്. അവിടെയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഭീകരമായിട്ട് മർദ്ദിക്കുന്നത്
കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല. ഇപ്പോഴേ അത് വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടപ്പം CCTV ദൃശ്യം കൊടുക്കാതിരിക്കാൻ പറ്റാതെ വന്നു. അങ്ങനെയാണ് അത് യഥാർത്ഥ സംഭവം എന്താണെന്ന് പൊതുജനങ്ങളും നമുക്കൊക്കെ മനസ്സിലായി. ധാർമ്മികമായ രോക്ഷം ഇവിടുത്തെ കുട്ടികൾക്ക് വരെ ഈ കാര്യത്തിലുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ടിട്ട് കൊല്ലാക്കൊല്ല ചെയ്യുന്നത് ദൃശ്യം നമ്മൾ കാണുകയാണ്. അതുകൊണ്ടാണ് ആ കോടതി തന്നെ സോമോട്ടോ ആയിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. 2023 ഏപ്രിൽ 5 നടന്ന കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് കോടതിയുടെ സുപ്രധാന ഇടപെടലിലൂടെയാണ്. ഇത് സംബന്ധിച്ച് കോടതിയിൽ കേസുമുണ്ട്. അത് കഴിയുന്നതുവരെ ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തല ശക്തമായ നടപടി എടുക്കാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നടപടി എടുത്തല്ലേ പറ്റുള്ളൂ. ഇവരെ ഒരു സസ്പെൻഷൻ പോലും നടത്തിയില്ല. അതെന്താണ് അങ്ങനെ നേരത്തെ? ഇത്രയും ഭീകരമായിട്ട് മർദ്ദനം കണ്ട ഒരു DIGയും അവിടുത്തെ ഒരു SP എന്തുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്തില്ല? അത് അവരുടെ ഭാഗത്തെ വീഴ്ചയല്ലേ? അപ്പൊ മേലുദ്യോഗസ്ഥന്മാരുടെ പേര് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം ഗവൺമെന്റ്. കാരണം ഏത് ഗവൺമെന്റ് ആയാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ശരി, ഒരു മനുഷ്യനെ കൊണ്ട് ഇത് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യണം ആ പോലീസ് ഉദ്യോഗസ്ഥരെ. രണ്ടാമത് അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. കാരണം ആ ഡിസിപ്ലിനറി ആക്ഷനുള്ള ഡിസിപ്ലിനുള്ള ഒരു യൂണിറ്റ് നടത്തുന്ന അതിക്രമമാണ്. അതുകൊണ്ട് അത് ക്ഷമിക്കാൻ പറ്റുന്നതല്ല. അതൊരു കോടതിയും അത് കണ്ടില്ല എന്ന് നടക്കത്തില്ല. അത് തന്നെയല്ല, ഇപ്പോഴത്തെ കോടതി അത് നേരിട്ട് ദൃശ്യം കണ്ടപ്പം സോമോട്ടോ ആയിട്ട് സ്വന്തമായിട്ട് കോടതി ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. കോടതിക്ക് അത് തോന്നി. എന്തുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മേലുദ്യോഗസ്ഥന്മാർക്ക് അത് തോന്നിയില്ല? അവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ 5 പോലീസുകാരെ മാത്രമല്ല പണിഷ് ചെയ്യേണ്ടത്, അതിന്റെ മേലധികാരിയായിട്ട് ഇരിക്കുന്ന അന്നത്തെ DYSP, SP, DG, അന്നത്തെ ADGP വരെ അല്ലെങ്കിൽ DIG വരെയുള്ളവരെ പണിഷ് ചെയ്യണം. അവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ ആക്ഷൻ നടക്കണം. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെയാണ്. അത് ചെയ്തില്ലെങ്കിൽ ഇനി അത് കോടതി എന്നുള്ള ഡയറക്ഷൻ വരും. അന്നേരം ഇവർ വെള്ളത്തിലാവും. അവരെ സസ്പെൻഷനിലൊക്കെ അവർ പ്രതീക്ഷിക്കുക ആ കാര്യത്തിൽ. കാരണം മര്യാദയ്ക്ക് ഒരു കേസ് അങ്ങോട്ട് സോമോട്ടോ ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ആ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ SHO അയാൾ ഇപ്പൊ ആ ദൃശ്യം കണ്ടെങ്കിൽ അയാൾ തന്നെ സോമോട്ടോ ആയിട്ട് കേസ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കുറ്റം ആ പോലീസ് സ്റ്റേഷനകത്ത് നടന്നത് അത് കണ്ടിട്ട് ഒരു മാന്യൻ അവിടെ SHO ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞാൽ ഇരിക്കാൻ കഴിയില്ല. ലീഗലായിട്ട് അയാൾ കൃത്യമായിട്ട് ഒരു സോമോട്ടോ കേസ് ഇപ്പോൾ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സാർ, പലപ്പോഴും ഗുണ്ടകളെയൊക്കെ കായികമായി നേരിടണമെന്ന് പറയാറുണ്ട്. നമ്മുടെ വീഡിയോയിൽ തന്നെ പലതവണ അത്തരത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ചിലർ പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതായ പരാതിയെ തുടർന്ന് കാണിപ്പയ്യൂരിലെത്തിയ പോലീസ് 3 യുവാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന സുജിത്ത് തടഞ്ഞു. ഇതോടെയാണ് സുജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിക്കുന്നത്. ഈ പോലീസുകാർക്ക് എങ്ങനെ ഇത്ര കാടന്മാരായി പെരുമാറാൻ കഴിയുന്നു? ഇത് പോലീസിനെ നയിക്കുന്നവരുടെ ഭാഗത്തുള്ള വീഴ്ചകളാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ എല്ലാവരെയും നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഡിസിപ്ലിൻ്റെ പുറത്താണ്. എല്ലാ കാര്യത്തിലും ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അത് തന്നെ പോലീസ് സ്റ്റേഷനിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിനകത്ത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അപ്പൊ അതൊന്നും അവരാരും പഠിച്ചിട്ടുമില്ല, അവരെ ആരും പഠിപ്പിച്ചിട്ടുമില്ല. ഇപ്പോഴത്തെ IPS കിട്ടി വന്നിരിക്കുന്ന മേലുദ്യോഗസ്ഥന്മാർക്കൊന്നും ആ പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിനെ പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ലെന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു പടയെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പോലീസിനെ നയിച്ചുകൊണ്ട് പോകേണ്ടത് മേലുദ്യോഗസ്ഥരെ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അവരവിടെ കൂടെ വന്ന് വിസിറ്റ് ചെയ്യണം. ആ പോലീസ് സ്റ്റേഷനിലെ പല സന്ദർഭത്തിലും 1-2 ദിവസം കൂടുമ്പോൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. അവരാരും വിസിറ്റ് ചെയ്യാറില്ല. അവരവിടെ മഹാന്മാരായിട്ട് ഒരു കസേര നെളിഞ്ഞങ്ങ് ഇരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഫീൽഡിൽ ഇറങ്ങണം എല്ലാവരും. ആ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ വരണം. ഇടയ്ക്ക് DIGമാരും IG മാരും അവിടെ സന്ദർശിക്കണം. അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇരുന്നിട്ടൊന്ന് പോകുന്നതല്ല, ഫീൽഡിൽ ഇറങ്ങണം, ജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അപ്പോഴാണ് അവർ വിവരങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് പോലീസിന്റെ നടപടി മുന്നോട്ട് പോകുന്നത്. ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ സംഭവ സ്ഥലത്ത് തെറ്റായാലും ശരിയായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് SHO പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ പോവുക എന്നുള്ളതാണ്. ഇവിടെ ഈ പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുവന്ന് ഒരുത്തിന് ഭീകരമായിട്ട് ഒരാളെ മർദ്ദിക്കുന്ന കണ്ടിട്ട് എന്ത് നടപടി? ഡിപ്പാർട്ട്മെന്റ് ആക്ഷൻ ആണോ വേണ്ടത്? അത് ക്രിമിനൽ കുറ്റമല്ലേ? അപ്പൊ ക്രിമിനൽ കുറ്റത്തിന് FIR അല്ലേ എടുക്കേണ്ടത്? ആ FIR ഇതുവരെ എടുത്തിട്ട് 2023 ഏപ്രിൽ വരെയുള്ള അതിനുശേഷം ഏപ്രിൽ 13 എനിക്ക് തോന്നുന്നു ആ സംഭവം ഉണ്ടായി. അതിനുശേഷം ഇന്ന് വരെ ഒരു നടപടിയും പോലീസ് എടുത്തില്ല. അങ്ങേര് നേരിട്ട് കോടതി പോയതുകൊണ്ടാണ് ഇത്രയെങ്കിലും നടപടിയായിട്ട് മുന്നോട്ട് വന്നതും പൊതുജനങ്ങൾക്ക് ആ ദൃശ്യം കാണാനും കഴിയും. ഈ 5 പേരിൽ ഒരാൾ ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൂടെ പോയിരിക്കുന്നു. അത് ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് ഇന്റർ ഡിപ്പാർട്ട്മെന്റിൽ ട്രാൻസ്ഫർ വാങ്ങിച്ച് പോയിരിക്കും. ബാക്കി 4 പേരും SI 3 CPO സിവിൽ പോലീസ് ഓഫീസർമാരും. ആ റവന്യൂ പോയ ഡ്രൈവറാണ് നൂറുദ്ദീൻ നിങ്ങളുടെ പേര്. അയാളും
ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അയാളുടെ പേരിൽ ഈ 5 പേരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയും, ഈ ദൃശ്യം മതിയല്ലോ സസ്പെൻഡ് ചെയ്യാൻ, ആ ദൃശ്യം വെച്ച് സസ്പെൻഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർക്കെതിരായിട്ട് ഒരു FIR, അവർക്കൊരു 197 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ജഡ്ജസിനും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഔദ്യോഗിക കൃത്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. 197 ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ആ നടപടിക്രമം അനുസരിച്ച് ഇവരുടെ പേരിൽ ഒരു നടപടി എടുക്കാൻ കഴിയില്ല എന്നാണ് പലരും ധാരണ. അല്ല, അവർ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചിരിക്കും. അതിക്രമം ഒരു മർഡർ ചെയ്താൽ, ഒരു മർഡർ പോലീസ് സ്റ്റേഷൻ അത് ഉണ്ടായാലേ അതിന് കേസെടുക്കാതിരിക്കാൻ ഒക്കുള്ളൂ. ഉരുട്ടിക്കൊല കേസിന് എത്ര കേസ് കേരളത്തിൽ എടുത്തിരിക്കുന്നു? അതൊക്കെ CBI അന്വേഷിച്ച് എത്ര പേരെ ശിക്ഷിച്ചിരിക്കുന്നു? പോലീസ് സ്റ്റേഷനകത്ത് ഒരാൾ അയാൾക്ക് ഡെത്ത് ഉണ്ടായാലും എന്ത് ചെയ്യും തന്നെ പോലീസ്? അപ്പൊ അയാളെ മർദ്ദിക്കുന്നത് കൃത്യമായ ഒരു FIR എടുക്കാനുള്ള വകുപ്പാണ്, കോഗ്നിസബിൾ ഒഫൻസ് ആണ് അത്. അതുകൊണ്ട് ഇപ്പോഴത്തെ SHO ഈ കേസ് സോമോട്ടോ ആയിട്ട് അവിടെ എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷൻ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അപൂർവമായിട്ടാണ്. ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് സുജിത്ത് നൽകിയ വിവരാവകാശ അപേക്ഷ പോലീസ് ആദ്യം തള്ളുകയാണ് ചെയ്തത്. എന്നാൽ അപ്പീലിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അനുകൂലമായ നിലപാടെടുക്കുന്നു. എന്നിട്ടും പോലീസ് ദൃശ്യങ്ങൾ നൽകാതിരുന്നതോടെ ഇരു കക്ഷികളെയും കമ്മീഷൻ നേരിട്ട് വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ടായി. സുജിത്തിന് ദൃശ്യങ്ങൾ കൈമാറാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. ഒരു സാധാരണക്കാരൻ ആയിരുന്നുവെങ്കിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വരില്ലായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും വരത്തില്ല. ഒരു പാവപ്പെട്ടവനാണ്, സാമ്പത്തികം ഒന്നും ഇല്ലാത്തവനാണ്, രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനവും ഇല്ല, അങ്ങനെ ജീവിക്കുന്ന ഒരു കർഷകനാണെങ്കിൽ ഒന്നും വീടി കിട്ടിയത് തന്നെ മിച്ചം. വേറെ ഒന്നും ഒരു നിയമ നടപടിയുണ്ട്. പക്ഷെ ഇയാള് സുജിത്ത് എന്ന് പറഞ്ഞ ആ അമ്പലവാസി, അദ്ദേഹം കൃത്യമായി ഇതിന്റെ പുറകെ നടന്നു. 2 വർഷം എടുത്തു ആ ദൃശ്യത്തിന് കിട്ടാൻ. ഇനി കിട്ടാനുണ്ട്. അതിന്റെ 2ാം നിലയിൽ പോയി ഇട്ട് മർദ്ദിച്ചത് അവിടെ CCTV ഇല്ല. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ അടിയന്തരമായിട്ട് ഈ CCTV ദൃശ്യങ്ങള് ഈ നാട്ടുകാര് പ്രതികൾ വരുന്ന സ്ഥലങ്ങളിൽ അടിയന്തരമായിട്ട് CCTV ദൃശ്യങ്ങൾ വർക്ക് ചെയ്യാത്ത സ്ഥലങ്ങളിൽ അത് പ്രവർത്തിച്ച് കാണിക്കേണ്ട ഒരു അടിയന്തര ആവശ്യം ഇതിൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാർ എല്ലാ പോലീസ് സ്റ്റേഷനിലും അവരവരുടെ കീഴിലുള്ള ഓരോ ജില്ലാ SP-മാർ അവരവരുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യം അത് CCTV വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അടിയന്തരമായിട്ട് ശ്രദ്ധിക്കണം. അത് ചില ഏരിയയിൽ അവർ ഈ CCTV ദൃശ്യം പതിയാത്ത ഏരിയയെ കൊണ്ട് മർദ്ദിക്കുന്നതായിട്ട് ധാരാളം ആരോപണം വരുന്നത്. കിളികല്ലൂരെ നമ്മൾ കണ്ടല്ലോ DYFIക്കാരനെ കൊണ്ട് ഭീകരമായിട്ട് മർദ്ദിക്കുന്നത്. 3 വർഷമായില്ലേ? ഇതുപോലൊരു നടപടി അതിലും വന്നില്ലല്ലോ. കാരണം അവരൊക്കെ ഇപ്പോഴും സർവീസിൽ തന്നെ ഇരിക്കുകയാണ്. ഇങ്ങനെ കാണിക്കുന്നവരെ ഭീകരമായിട്ടുള്ള മർദ്ദനം CCTV ദൃശ്യത്തിൽ കണ്ടവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ സസ്പെൻഡ് ചെയ്യുകയും അവരെ സർവീസിൽ നിന്ന് ക്രമേണ റിമൂവ് ചെയ്യുകയും ചെയ്യണം ഗവൺമെന്റ്. അതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. സുജിത്തിന്റെ ഒരു ചെവിയുടെ കേൾവി ശക്തി പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് പോലീസുകാരുടെ മർദ്ദനത്തിൽ. സുജിത്തിനെ മർദ്ദിച്ച ആ 4 പോലീസുകാരും വിവിധ സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇവരെ പിരിച്ചുവിടുമെന്ന്? തീർച്ചയായിട്ടും അവരെ പിരിച്ചുവിട്ടല്ലേ പറ്റുള്ളൂ. അങ്ങനെയല്ലേ നിയമം കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരെ പിരിച്ചുവിടണം. കാരണം ഈ ദൃശ്യം കണ്ടിട്ട് ഒരു സർക്കാരിനും അത് മൂടി വെക്കാൻ കഴിയില്ല. ഒരു DGPക്കും അത് സപ്രസ് ചെയ്യാൻ കഴിയില്ല. പൊതുജനങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് ശബ്ദം ഉയർത്തി വരും. രാഷ്ട്രീയ ഭേദമന്യേ അവർ വരും. അത് പിടിച്ചു നിർത്താനായിട്ട് സർക്കാരിനോ ഇവിടുത്തെ പോലീസ് മേധാവിക്ക് കഴിയില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇവരെ സസ്പെൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇവരെ പിരിച്ചുവിടാനുള്ള നടപടികൾ പോകണം. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇവരെ പിരിച്ചുവിടാനുള്ള റൈറ്റ്സ് ഗവൺമെന്റിനുണ്ട്. ആഭ്യന്തര വകുപ്പ് ചെയ്യാമല്ലോ ഇത്. DGP ചെയ്തില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ഇത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ 4 പേരെ അവരെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ടവരെ. 5 പേര് വില്ലേജ് ഓഫീസർ ആയാലും ശരി, അയാൾ മർദ്ദിച്ചിട്ട് പോയാണ്, അയാൾ അവിടുത്തെ ഡ്രൈവറായിരുന്നു, അയാളും ഈ മർദ്ദനത്തിന് ചുക്കാൻ പിടിച്ച ആളാണ്. അപ്പോൾ അയാളെയും കൂടെ ചേർത്തിട്ട് 5 പേരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യുക. ഈ CCTV ദൃശ്യം വെച്ചിട്ട് അത് അവിടുത്തെ DIGക്കോ അല്ലെങ്കിൽ അവിടുത്തെ ADGPക്കോ ചെയ്യാനുള്ള കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ DGPക്ക് ചെയ്യാനുള്ള. ദൃശ്യം വെളിയിൽ വന്നല്ലോ, ഇനി അത് പൊതിഞ്ഞു വെച്ചുകൊണ്ടിരുന്ന് രാഷ്ട്രീയം കളിക്കുന്നത് നല്ലതല്ല. സാർ പലപ്പോഴും പറയാറുണ്ട് പോലീസ് സേനയുടെ ഡിസിപ്ലിൻ പോയി, കേസ് അന്വേഷിക്കാൻ പോലും അറിയുന്നില്ല പല പോലീസുകാർക്കും എന്നൊക്കെ. ശരിക്കും ആഭ്യന്തര വകുപ്പ് തന്നെ പരാജയമായോ? അത് ഈ കാര്യത്തിൽ പരാജയമാണല്ലോ. കാരണം ജനമൈത്രി പോലീസ് എന്നൊക്കെ ഉണ്ടാക്കി ഒരു മനുഷ്യനെ പറ്റിക്കുന്ന കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അതൊക്കെ പിരിച്ചുവിടണമെന്നാണ് ഞാൻ പറയുന്നത്. ജനമൈത്രി പോലീസിന്റെ ആവശ്യമില്ല. ഇവിടെ ജനമൈത്രി പോലീസ് ഉണ്ടെങ്കിൽ ഇത് നടക്കുമോ? അവിടെ ആരെങ്കിലും കാണത്തില്ല. അപ്പൊ അതൊന്നും ഇവിടെ വേണ്ട. ജനമൈത്രി പോലീസൊക്കെ തട്ടിപ്പാണെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ പോലീസ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന് ഞാൻ പറയുന്നുണ്ട്. നമുക്ക് നീതി നടപ്പാക്കണം. അവിടുത്തെ SHOയ്ക്ക് കംപ്ലീറ്റ് കൺട്രോൾ വരണം. അവിടെ രാഷ്ട്രീയക്കാരെ ആൾക്കാർ കയറി ഇറങ്ങി നിരങ്ങരുത്. കാരണം ഇപ്പൊ എല്ലാ പോലീസ് സ്റ്റേഷനിലെ മിക്കവാറും ഉള്ള സ്ഥലത്തെ SIമാർക്കും പോലീസുകാർക്കും തല്ല് കിട്ടുന്നുണ്ട്.
ഇവരാരെങ്കിലും ഈ ഒരു പാവപ്പെട്ടവനല്ലാതെ ഒരു ഗുണ്ടയെ, അറിയപ്പെടുന്ന ഒരു ഗുണ്ടയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്നും മർദ്ദിക്കാൻ പറ്റുമോ? അതിനുള്ള ഗട്ട്സ് ഉണ്ടോ അവർക്ക്? പുറത്തിട്ട് തല്ലുകൊള്ളും, പുറത്തിട്ട് കുത്തു കിട്ടും. അതാണ് അവർക്ക് പേടി. ഈ പാവം പിടിച്ച ആൾ ഒരു അമ്പലവാസിയാണ്, അമ്പലത്തെ ഒരു പൂജാരിയാണ്, ഒന്നും ഉണ്ടാവൂല. പിന്നെ കോൺഗ്രസ്സുകാരാണ്, അവർ ഗാന്ധിജിയുടെ ആൾക്കാരാണ്, വലിയ അടിയിടി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ആ ഒരു ധൈര്യത്തിലാണ് ഒരു ഗുണ്ടയെ അടിക്കട്ടെ, ഈ 4-5 പേര്, ഈ 5 പേര് ഒരു ഗുണ്ടയെ അടിച്ച് കാണിക്കട്ടെ. അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് അവരെ സംരക്ഷിക്കാൻ കൂട്ടുന്ന മേലുദ്യോഗസ്ഥന്മാരൊക്കെ എതിരായിട്ട് തീർച്ചയായിട്ടും നടപടി എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസിലെ ഇടിമുറി വീണ്ടും ചർച്ചാ വിഷയമാകുകയാണ്. ജനമൈത്രി സ്റ്റേഷൻ എന്ന പേരും ഒപ്പം തന്നെ സ്റ്റേഷനിൽ ഒരു ഇടിമുറിയും. കസ്റ്റഡി മരണങ്ങൾ വരെ സംഭവിച്ചിട്ടും പോലീസ് ഇനിയും പാഠം പഠിച്ചിട്ടില്ലേ? അതോ പോലീസ് ഇനി നന്നാകില്ല എന്നാണോ? പോലീസ് ഒരു പാഠവും പഠിച്ചിട്ടില്ല. കിളിയിലൂരെ സംഭവം നമ്മൾ കണ്ടല്ലോ, ഫോർട്ട് സ്റ്റേഷനിലെ ഉരുട്ടിക്കൊല കണ്ടല്ലോ, അത് വാരാപ്പുഴയിലെ ഒരാളെ ഒരു കസ്റ്റഡി വെച്ച് മരിച്ചില്ലേ? എത്ര കേസുകളാണ്? അതിൽ നിന്നൊന്നും പോലീസ് പാഠം ഉൾക്കൊള്ളുന്നില്ല. പോലീസ് ഉൾക്കൊള്ളുന്ന തന്നെയല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായ മേലുദ്യോഗസ്ഥന്മാർ അത് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുന്നില്ല. അവരും രാഷ്ട്രീയ ചിന്തയിലും ഇവരുടെ സ്വാധീനത്തിലും ഒക്കെ വഴിപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നു. അങ്ങനെയല്ല ഇനിയിപ്പം വരാൻ പോകുന്നത്. കാരണം അത് ഈ മേലുദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ളത് മൂടി വെക്കുകയോ രാഷ്ട്രീയപരമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്കൂടെ പരിക്കേൽക്കും. ഈ ഒരു കേസിനകത്ത് തീർച്ചയായിട്ടും ആ മേലുദ്യോഗസ്ഥന്മാരൊക്കെ പരിക്കേൽക്കണം, അവരുടെ പേരിൽ നടപടിയെടുക്കണം. DGP അല്ലെങ്കിൽ ഗവൺമെന്റ് അവരുടെ പേരിൽ നടപടിയെടുക്കണം. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് പോലീസിനോട് ഇപ്പോൾ ഒരു നാണക്കേട് ഉണ്ടായല്ലോ. പോലീസിന്റെ ഇമേജ് എല്ലാം തകർന്ന് തരിപ്പണമായി പോയി കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ നല്ലതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ട്. അല്ലാതെ ഒരു 15, 20, 25% പോലീസ് സ്റ്റേഷനിൽ ഉള്ളവർ അല്ലെങ്കിൽ പോലീസിനകത്തുള്ളവർ ക്രിമിനൽസ് ആണ്, അതിന് യാതൊരു സംശയമില്ല. ആ ക്രിമിനൽ ആക്ടിവിറ്റി, ക്രിമിനൽ ചിന്താഗതി ഉള്ളതുകൊണ്ടല്ലേ ഈ ഒരു സാധുവിനെ കൊണ്ടിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഒരു 20-25% ഇപ്പോഴും ക്രിമിനൽസ് ആണ്. ചിലർ പറഞ്ഞ് 10% ഉള്ളൂ, 1% ഉള്ളൂ എന്ന്. അല്ല, ആ പോലീസ് സ്റ്റേഷനിലെ ഭൂരിപക്ഷം ആൾക്കാരും മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. എല്ലാ പോലീസ് സ്റ്റേഷനും ഇത് തന്നെയല്ലേ? ചില നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ ഇതിനകത്തൊന്നും ഉൾപ്പെടാതെ മാറി നിൽക്കും. അത് നല്ല ചില ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം അറിയാവുന്നവരുണ്ട്, വളരെ ചുരുക്കമേ ഉള്ളൂ. അവരെ പേരും പെരുമയും വെച്ചിട്ട് പോലീസിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. ഈ ഒരൊറ്റ സംഭവം മതിയല്ലോ കേരള പോലീസിന്റെ ഇമേജ് മുഴുവൻ തകർന്നടിഞ്ഞല്ലോ. അതുകൊണ്ട് ജനമൈത്രി എവിടെ പോയി? ആ ജനമൈത്രിയിലെ പോലീസുകാർ 2 പേര് കാണുമല്ലോ, അവരെവിടെ പോയി? അവർ തടയാത്തതെന്ത്? ഈ മറിക്കുന്ന കണ്ടിട്ട് മാറി 2 പേര് നിന്ന് നോക്കുന്ന കണ്ടല്ലോ, അവരെന്തുകൊണ്ട് തടഞ്ഞില്ല? ഒരു മനുഷ്യനെ കൊല്ലാൻ പോകുമ്പോൾ നമ്മളൊക്കെ ഇടപെടത്തില്ലേ? ഒരു മനുഷ്യനെ പട്ടിയെ പോലെ അടിക്കുമ്പോൾ ആൾക്കാർ ഇടപെടുന്ന കാണാൻ മേലെ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനകത്തുള്ള ഈ തല്ലും ഈ അക്രമം കണ്ടപ്പോൾ അതിനകത്ത് പങ്കുചേരാൻ മാറി നിന്ന പോലീസുകാർ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇടപെടാത്തത്, അവനെ രക്ഷിക്കാഞ്ഞത്, അതൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലുള്ളവരെല്ലാം നല്ലവരാണ് എന്ന് പറയാൻ ഇപ്പം പറ്റില്ല. നല്ലൊരു ശതമാനം ആൾക്കാർ ക്രിമിനലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്നു. ഒരു 25% നല്ല ആൾക്കാരുണ്ട്, അവർ ഇതിനകത്തൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്നു.